നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ് റിപ്പോർട്ടർ ടി വിയിലെ ശ്രീ അരുൺകുമാർ. കൺകുളിർക്ക കണ്ടോളൂ, അതാണ് ചെക്കൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ അരുൺകുമാർ, റിപ്പോർട്ടർ ടി വി വീഴി തുറക്കും. അദ്ദേഹം നല്ല രസമുള്ള ഗ്രാഫിക്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് നടത്തുന്ന കുറേയധികം റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ ടൈറ്റാനിക്കിന്റെ മുൻവശം കടലിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന്റെ ആഘാതം യാത്രക്കാർ ശരിക്കും തിരിച്ചറിഞ്ഞു. എന്നിട്ട് വളരെ കൗതുകകരമാണ്, രസകരമാണ് ഇതൊക്കെ കാണാൻ. വളരെ ആധികാരികതയോടുകൂടിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലപ്പോഴും വസ്തുതകളെ അദ്ദേഹം തെറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അറബിക്കടലിൽ ഏകദേശം 26 ഡിഗ്രി ഓളം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അത് ചരിത്രപരമായ വിഷയങ്ങളായിക്കോട്ടെ, നിയമപരമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഇനി അതല്ല ജനറൽ നോളജോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹം തെറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവരെ മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഇത് കാണുന്ന പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ടും ഇതൊന്നും തന്നെ നമ്മുടെ ആരുടെയും ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ് അല്ലാത്തത് കൊണ്ടും പലപ്പോഴും അദ്ദേഹത്തിനെ ആരും തന്നെ ഇതിൽ ചോദ്യം ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. മുമ്പ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അസംഷൻസ് ഒക്കെ തന്നെ അതാണ് വസ്തുത എന്ന തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഞാൻ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഇവിടെ 24 ഉത്തരവാദിത്വമുണ്ടോ? ഈ ഡോക്ടർ അരുൺകുമാറിന്റെ പ്രസ്താവനയിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് മാത്രം. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത് കൊച്ചിയിൽ MSCയുടെ ഒരു ഷിപ്പ് സിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് 24 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി ഒക്കെ ചേർന്ന്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി വളരെ വിശദമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് പ്രസൻറ്റേഷനിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് വേണ്ട നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ആധികാരികമാണ്, സമഗ്രമാണ്, ശാസ്ത്രീയമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. എഫേർട്ടൊക്കെ അഭിനന്ദനാർഹമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. കുറേയധികം പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ജനറൽ നോളജിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സാമാന്യ യുക്തിയുടെ പ്രശ്നങ്ങളുണ്ട്, ശാസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര കുജാര, ഇങ്ങിട്ട് കുജാര. വളരെ ആധികാരികമായിട്ടാണ് ശ്രീ അരുൺ പറയുന്നത് അത് ലൈബീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല, ഒരു കപ്പലിൽ ഒരു ഫ്ലാഗ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ കപ്പൽ ആ രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ രാജ്യത്തുള്ള മാരിടൈം നിയമങ്ങളൊക്കെയാണ് അതിന് ബാധകമായിരിക്കുന്നത് എന്നതാണ്. ആ കപ്പലിന്റെ ഫ്ലാഗ് ലൈബീരിയയുടേതാണ്. അതായത് ലൈബീരിയയ്ക്ക് വേണ്ടിയാണ് ഈ കപ്പൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഓടുന്ന സമയത്ത് ഇന്ത്യയുടെ ഫ്ലാഗാണ് അതിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് ശ്രീ അരുൺ മനസ്സിലാക്കണം. ഇത് ഒന്നാമത്തെ പോയിന്റ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലൈബീരിയയിൽ നിന്ന് സൾഫർ ഓയിലുമായിട്ടാണ് ഈ കപ്പൽ വന്നത് എന്നൊക്കെ വിവരം കിട്ടിയത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിവരക്കേട്. ലൈബീരിയയിൽ നിന്ന് ലോ സൾഫർ ഓയിൽ അടക്കമുള്ളവ കൊണ്ടുവരുന്ന ഒരു വലിയ ചരക്ക് കപ്പലാണ് അത്. ഫീഡർ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അരുൺ പറയുന്നത് പോലെ ഈ മറൈൻ ഗ്യാസ് ഓയിൽ കടലിൽ ഒരു പാളി പോലെ, ഒരു പാട പോലെ ഏറ്റവും മുകളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിന് സാന്ദ്രത കുറവാണ് എന്നാണ്. അത് ശാസ്ത്രീയമായി അദ്ദേഹം പറയുന്ന ഒരു വിഡ്ഢിത്തമാണ്.
ഈ മറൈൻ ഗ്യാസ് ഓയിൽ എന്നാൽ ഡീസലിന് സമാനമായ ഉയർന്ന സാന്ദ്രതയുള്ള ഇന്ധനമാണ്. ഇത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇനി മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ് എന്നാണ്. ലൈബീരിയൻ പതാകയ്ക്ക് കീഴിലാണ് MSC എൽസ 3 ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പൽ സ്വിസ് നിർമ്മിതമാണ്. എന്തായാലും ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുകിൽ പോളണ്ടിൽ അല്ലെങ്കിൽ ജർമ്മനിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഏക്കൂലാന്ന്. എന്തായാലും ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടും തനിക്കുള്ള വാക്ചാതുര്യം ഉപയോഗിച്ചുകൊണ്ടും സത്യമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. വസ്തുതാപരമായി അവതരിപ്പിക്കാൻ ശ്രീ അരുണിന് മേലിൽ സാധിക്കട്ടെ എന്നും ഈ തെറ്റുകൾ തിരുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.